ഗുഡ് മോർണിംഗ്. രാവിലെ രാവിലത്തെ ആഹാരം കഴിച്ചേക്കാം. ഇന്ന് ഞങ്ങൾക്ക് കപ്പയും മീൻകറിയാണ്. മത്തിക്കറിയുടെ നിറം കണ്ടോ ഗൈസ്? കണ്ടോ? എല്ലാവരും കൂടി പുഴുങ്ങിയത്, ചായ, ടേട്ടാപ്പൂ ഉണ്ട്. എങ്ങനെ ടേട്ടാപ്പൂ? അവന് പാത്രത്തോടെ അവന് മീൻ വറുത്തത് വേണം. എങ്ങനെ ടേട്ടാപ്പൂ? മീൻകറി വേണം. മത്തിക്കറി എങ്ങനെ ഉണ്ടെന്ന് പറയാ? എരിവുണ്ടോ? എരിവില്ല മത്തിക്കറി വെക്കാൻ പറ്റുമോ അല്ലേ? സൂപ്പറാ. അവന് മീൻ ഉണ്ടെങ്കിൽ ഇറച്ചിയോടും ചിക്കനോടും അത്ര വലിയ കറിയോടും അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. മീന് വറുത്തതും കറി അത് ഭയങ്കര ഇഷ്ടം. അവന് കുഞ്ഞുനാളെന്ന് തൊട്ടേ അവൻ മീൻ തീറ്റിക്കാരനാണ്. ഞങ്ങളുടെ എൻ്റെ അച്ഛനും അതുപോലെ കേട്ടോ. എൻ്റെ അച്ഛൻ ഭയങ്കര മീൻ തീറ്റിക്കാരനായിരുന്നു. അതായത് ഞങ്ങൾ എപ്പോഴും പറയും അപ്പൂപ്പൻ്റെ ബാക്കി അവനെന്ന് പറയും. ഇനി അവൻ്റെ ബാക്കിയാണോ മറ്റേത് വളർന്നു വരുന്നത് നമുക്ക് പറയാം. ആണെന്ന് എൻ്റെ സംശയം. മീൻകറിയൊക്കെ അതുകൊണ്ടും അന്ന് രാവിലെ നമുക്ക് കപ്പയും മീനുമാണ്. ഉടനെ ചെറുക്കൻ ഓടും. ആരണ്ട് അവനെ ഫോൺ വന്നു ഉടനെ അങ്ങോട്ട് ഓടുക പുള്ളി. എന്നതേ നമുക്കതേ കപ്പ പുഴുങ്ങിയതും മത്തി മുളകിൽ വെച്ചത്. എല്ലാരും ഓർക്കും അമ്മയ്ക്ക് കഴിക്കാനാണ് ഇത്രയും കപ്പയെന്ന്. അല്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ അങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ. ഇത് എനിക്കും ദേവൂല ഞങ്ങൾ ഒരു പാത്രത്തിനകത്ത് എനിക്കും ദേവൂല ഉള്ള പാത്രം എല്ലാം കൂടെ എടുത്ത് നമ്മൾ ആക്കുന്നത്. ഞങ്ങൾ അടുക്കളയിൽ തന്നെ ഇങ്ങനെ ഇരുന്ന് കഴിച്ചു. ഇനി ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകണ്ടല്ലോ എന്ന് വിചാരിച്ചു ഇവിടെ തന്നെ ഇരുന്ന് കഴിച്ചു. ഞങ്ങളുടെ അടുക്കള ഇതൊക്കെ ഇതായതുകൊണ്ട് വൃത്തിയിടക്കം എല്ലാവരും പറയുമോ അതങ്ങനെ എന്നാന്ന് പറഞ്ഞാൽ ഈ അടുക്കളയ്ക്കകത്ത് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഈ പരുവത്തിലൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഉള്ള സൗകര്യത്തിലുള്ള സന്തോഷം. ഞങ്ങളുടെ കൊച്ചു കുടുംബം സന്തോഷമായിട്ട് ഞങ്ങൾ ഇവിടുന്ന് ആഹാരമൊക്കെ കഴിച്ച് ഞങ്ങൾക്ക് ഇപ്പം ഇന്നൊക്കെ ഇച്ചിരി നേരം വർത്താനം പറയാനൊക്കെ പറ്റുള്ളൂ. എന്നാലും സമയമില്ല. ഞാൻ പറഞ്ഞില്ല ഇന്നിപ്പോൾ ഉച്ച വരെയുള്ള പെട്ടെന്ന് പണി തീർത്താലും എനിക്ക് ഉച്ചയ്ക്ക് അയൽക്കൂടത്തിലെല്ലാം പൈസ കൊണ്ട് കൊടുത്തിട്ട് വേണം ഞങ്ങൾക്ക് കോഴഞ്ചേരിക്ക് പോകാൻ ദേവൻ്റെ അമ്മയെ കാണാൻ വേണ്ടി. അതുകൊണ്ട് രാവിലെ എല്ലാവരും കപ്പയും മീനും കഴിക്കാൻ എല്ലാവരും ഓടിവായോ കപ്പയും മീനും കഴിക്കാം.